മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. പോപ്പുലർ ഫ്രണ്ട് മിന്നൽ ഹർത്താലിലെ അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ PFI നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ഇന്നും തുടരും. ഇന്നലെ സംസ്ഥാന വ്യാപകമായി 126 പേരുടെ സ്വത്തുക്കളാണ് ജപ്തി ചെയ്തത്. ഇന്ന് 5 മണിക്ക് മുൻപ് കേസിലെ പ്രതികളായ എല്ലാവരുടെയും സ്വത്ത് കണ്ടുകെട്ടി റിപ്പോർട്ട് നൽകണമെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അനീഷാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അനീഷ്, ഈ ജപ്തി നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? അനീഷ്, ഫിറോസ്, സെപ്റ്റംബർ 23-ന് നടന്ന മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ ഈടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടി പുരോഗമിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. ഇന്നലെയാണ് ഈ നടപടികൾ ആരംഭിച്ചത്. ഇന്നും നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ 9 ജില്ലകളിലായി ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ, സംസ്ഥാന നേതാക്കളുടെയും ജില്ലാ നേതാക്കളുടെയും അടക്കം സ്വത്തുക്കൾ ഇന്നലെ കണ്ടുകെട്ടുന്ന നടപടികൾ നടത്തിയിരുന്നു. ഇതിൽ ചില നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും ചില ജപ്തി നടപടികൾ ഇന്നും പുരോഗമിക്കുകയാണ്. ഏകദേശം 197 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ 60ഓളം പേരുടെ സ്വത്തുക്കൾ ഇന്നലെ കണ്ടുകെട്ടിയിരുന്നു. ബാക്കിയുള്ള നടപടികൾ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത് പൂർത്തിയാക്കാനാണ് ഇന്ന് റവന്യൂ വകുപ്പ് നടപടികൾ കൈക്കൊണ്ടുവരുന്നത്. പ്രധാനമായും നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി ഇന്നുകൊണ്ട് തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു തീവ്ര ശ്രമം റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു ശക്തമായ താക്കീത് ഈ പറയുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളുന്നതിൽ ശക്തമായ താക്കീത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടികൾ അല്പം കൂടി വേഗം കൈവരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 197 പേരുടെ സ്വത്തുക്കൾ ഇന്ന് കണ്ടുകെട്ടേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് 5-ന് മുമ്പ് നടപടികൾ പൂർത്തീകരിക്കാൻ ഇന്നലെ സംസ്ഥാന ലാൻഡ് റവന്യൂ കമ്മീഷണർ TV അനുപമ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു സമയക്രമം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 23-ന് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകണം. 24-ലാണ് ഇനി ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള ഈ കേസ് പരിഗണിക്കുക. അതിനു മുമ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഹൈക്കോടതി വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൂർത്തീകരിക്കേണ്ട എല്ലാ നടപടികളും ഇതിനകം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇന്നലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, PFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. എന്നാൽ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുമ്പോഴും ഈ സർക്കാർ ഇതിൽ ഇപ്പോൾ നിലവിൽ വീടുകളിലടക്കം താമസിക്കുന്നവരെ ഇറക്കി വിടേണ്ട, ഇതൊരു മാനുഷിക വിഷയമായി കോടതി പരിഗണിക്കട്ടെ എന്നൊരു നിലപാട് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ സാങ്കേതികമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. 5.20 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് സെപ്റ്റംബർ 23-ന് നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 5 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെക്കാൻ നേരത്തെ PFI നേതാക്കൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നിർദ്ദേശം PFI നേതാക്കൾ കൃത്യമായിട്ട് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് അനീഷ്. അതായത് ഹൈക്കോടതി 2 തവണയാണ് സർക്കാരിന് അന്ത്യശാസനം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ അന്ത്യശാസനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ജപ്തി നടപടികൾ പുരോഗമിക്കുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇന്ന് തന്നെ ഈ ഒരു ജപ്തി നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണോ ഇപ്പോൾ ഉള്ളത്? ഫിറോസ്, ഇന്ന് 5 മണിക്കകം പൂർത്തീകരിക്കാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതി ഈ കാര്യത്തിൽ സർക്കാരിനെതിരെ കണ്ണുരുട്ടുക കൂടി ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ എത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ ഒരു സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്ത് നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ താല്പര്യപ്പെടുന്നത്. കൂടാതെ തന്നെ നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ അവധിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ 23-നകം ഹൈക്കോടതിയിൽ 23-നകം റിപ്പോർട്ട് നൽകണം. ഈ ഒരു പശ്ചാത്തലത്തിൽ എത്രയും വേഗം നടപടികൾ സർക്കാരിന് പൂർത്തിയാക്കണം. അല്ലെങ്കിൽ അത് പിന്നീട് കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിക്കും. പ്രത്യേകിച്ച് PFIക്കെതിരായ നടപടികൾ വൈകുന്നത് സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് സർക്കാർ നടപടി വൈകിപ്പിക്കുന്നത് എന്ന തരത്തിലൊക്കെ ചില രാഷ്ട്രീയ വിമർശനങ്ങളും സർക്കാരിൻ്റെ പ്രതിപക്ഷ കക്ഷികളുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം സർക്കാർ
ഇപ്പോൾ തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഫിറോസ്. തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് മിന്നൽ ഹർത്താലിലെ അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ PFI നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ഇന്നും തുടരുകയാണ്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി 126 പേരുടെ സ്വത്തുക്കളാണ് ജപ്തി ചെയ്തത്. ഇന്ന് 5 മണിക്ക് മുൻപ് കേസിലെ പ്രതികളായ എല്ലാവരുടെയും സ്വത്ത് കണ്ടുകെട്ടി റിപ്പോർട്ട് നൽകണമെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജപ്തി നടപടികൾ തുടരുകയാണ്. അനീഷാണ് വിവരങ്ങൾ നൽകിയത് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി